അമ്പലപ്പുഴയിൽ പടിഞ്ഞാറ് കടലാണ്, കിഴക്ക് കുട്ടനാടാണ്. കുട്ടനാട്ടിൽ നിന്നുള്ള കർഷക തൊഴിലാളികളടക്കം, ആ കർഷക തൊഴിലാളികളുടെ പിന്മുറക്കാരായ തലമുറകളടക്കം ഇവിടേക്ക് എത്തി നിൽക്കുന്നു. ഈ അമ്പലപ്പുഴയിൽ കടൽ തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ ഇവിടേക്ക് എത്തി നിൽക്കുന്നു. അത് സൂചിപ്പിച്ചതുപോലെ VS അവരുടെ പടനായകനാണ്, അവരുടെ പോരാട്ട വീര്യമുള്ള നേതാവാണ്. കാരണം ഈ കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്, മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് VS ഒരുപാട് നടന്ന വഴികളാണ് ഈ അമ്പലപ്പുഴയിലേത്. പുറക്കാടായാലും തോട്ടപ്പള്ളിയിലായാലും അമ്പലപ്പുഴയിലായാലും VS സഞ്ചരിക്കാത്ത വഴികൾ ഇല്ല. ഇവിടെ സ്ത്രീകളടക്കമുള്ളവർ VSന്റെ ആ വിലാപയാത്ര കാത്തു നിൽക്കുകയാണ്. നിങ്ങളൊക്കെ അമ്പലപ്പുഴക്കാരാണ് അല്ലേ? എങ്ങനെയാണ് VSനെ ഓർക്കുന്നത്? VS ഒരുപാട് നടന്ന വഴികളാണ് അമ്പലപ്പുഴയിലേത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ജനഹൃദയങ്ങളിൽ എല്ലാവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് VS അപ്പൂപ്പനെ കാണാൻ നിൽക്കുകയാണോ? എങ്ങനെയാണ് ഓർക്കുന്നത് VSനെ? എങ്ങനെയാണ്? VS ഞങ്ങളുടെ ചങ്കാണ്, ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇപ്പം VS മരിക്കുന്നില്ല. VS മരിക്കില്ല എന്നുള്ള ഒരു സങ്കല്പം അത് അവർ മനസ്സിലേറ്റിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. എങ്ങനെയാണ് VSനെ ഓർക്കുന്നത്? നിങ്ങളൊക്കെ അമ്പലപ്പുഴക്കാരാണല്ലോ. അതെ, അമ്പലപ്പുഴക്കാരാണ്. VS നല്ലൊരു ഭരണാധികാരിയാണ്. പാർട്ടി ബേസ് അല്ലാതെ തന്നെ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്. VSനെ കണ്ടില്ല എങ്കിൽ ഞങ്ങൾക്കത് നഷ്ടം തന്നെയാണ്. ഞങ്ങളുടെ ഒരു നഷ്ടമാണ് VS എന്ന മഹാനഷ്ടം. ആ നഷ്ടത്തിന് സാക്ഷിയാവാൻ എത്തി നിൽക്കുന്ന സ്വന്തം നാട്ടുകാർ, അമ്പലപ്പുഴക്കാർ, പുന്നപ്പുറയ്ക്ക് തൊട്ട് മുൻപുള്ള ദേശങ്ങളിലുള്ള ആൾക്കാർ. ഇവിടെയൊക്കെയാണ് VS ഒരു കാലത്ത് ഓടി നടന്ന് SRCPക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് കർഷക തൊഴിലാളികൾക്ക് ഊർജം നൽകിയതും, ഒപ്പം കർഷക തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും ഒക്കെ സംഘടിപ്പിച്ച് അവരെ സമരവീര്യരാക്കി അവരുടെ ജീവിതത്തിനേക്ക് അന്തസ് കൊണ്ടുവന്നതുമൊക്കെ VSന്റെ ആ പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ മണ്ണാണ് അമ്പലപ്പുഴ. ഈ വിപ്ലവ മണ്ണിലേക്കാണ് VSന്റെ വിലാപയാത്ര, VSന്റെ അവസാന യാത്ര കടന്നു വരുന്നത്. അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ജനങ്ങളെയാണ് നമുക്ക് ഇതാ നോക്കൂ. ദേശീയപാത പൂർണ്ണമായും അവർ കയറി നിൽക്കുകയാണ്. എല്ലാവരും നോക്കുന്നത് ആ വാഹനം കടന്നു വരുന്ന വഴിയിലേക്കാണ്. എപ്പോൾ വരും പ്രിയ നേതാവ് എപ്പോൾ വരും എന്ന് കാത്തു നിൽക്കുകയാണ് അവർ. നമ്മൾ കണ്ടത് തോട്ടപ്പള്ളിയുടെ സ്പിൽവേയുടെ അപ്പുറവും ഇപ്പുറവും വലിയ ജനക്കൂട്ടമായിരുന്നു. അത് കടന്ന് പുറക്കാടേക്ക് എത്തുമ്പോഴേക്കും അവിടെയും വലിയ ജനസഞ്ചയമാണ് കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് വീട്ടിലേക്ക് എത്തുക അത് ഇനിയും വൈകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെയെല്ലാം മുദ്രാവാക്യം വിളികളോടെ പ്രിയ സഖാവിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങളാണ്. സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്.